ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഷെയർസ് ആണ്. ടൈപ്സ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഷെയർ ആണുള്ളത്. ഒന്നാമത്തത് എന്താണ്? പ്രിഫറൻസ് ഷെയർ, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ. അപ്പൊ നമുക്കിതിൽ പ്രിഫറൻസ് ഷെയർ എന്താ നോക്കാം. ഒറ്റ കാര്യം മനസ്സിലാക്കാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാളും എന്തോ ഒരു പ്രയോറിറ്റി എൻജോയ് ചെയ്യുന്ന ഷെയറിനെയാണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. എന്തോ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു പ്രിഫറൻസ് ഉണ്ട്, അത്തരം ഷെയറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് എന്തിനാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ അവസാനം കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് ക്യാപിറ്റൽ റീപേയ്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു എന്തുണ്ട്, ഒരു പ്രിയോറിറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ സ്വാഭാവികമായിട്ടും പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും. ഓക്കെ. അത് സ്വാഭാവികമായിട്ടും ആർക്ക് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കും. അപ്പൊ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് എന്തോ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഉള്ള ഷെയർ ആണ്. എന്തിനാണ് പ്രിഫറൻസ് ഉള്ളത്? അന്ന് ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വൈൻഡിങ് അപ്പ് സമയത്ത് ക്യാപിറ്റൽ റീപേയ്മെന്റ് ചെയ്യുന്ന സമയത്തും. ഇനി ഇതിനെങ്ങനെ ഡിവിഡൻഡ് കൊടുക്കുക? ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡാ കൊടുക്കുക. അത് ആർക്ക് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു വൈൻഡിങ് അപ്പ് സമയത്ത് പ്രിഫറൻസ് ഷെയർ ആണ് എന്ത് ചെയ്യുക? ആദ്യം പിരിച്ചുവിടുക. ഇതിനു മുമ്പ് ഇക്വിറ്റി ഷെയറിന്റെ മുമ്പ്. പിന്നെ ഇതിന്റെ കൂടെ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ, അല്ലാതെ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല? ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. അവരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ വരുമ്പോൾ മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ള പോലെ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും വരുന്നുണ്ട്. നമുക്ക് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഡിസ്കഷൻ ആണ് പോകുന്നത്. ഓക്കെ. ഇനി പ്രിഫറൻസ് ഷെയറിന്റെ ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒന്നാമത്തത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ഇതൊന്നും ഞാൻ കൂടുതൽ ടൈം എടുത്ത് വിശദീകരിക്കുന്നില്ല. ഇത് ഇത്രയേ ഉള്ളൂ. വർഷം നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനുണ്ട്. ഒന്നാമത്തെ വർഷം നമുക്ക് 1,00,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആണ് ഉള്ളത് എന്ന് കരുതുക. അതിന് ഡിവിഡൻഡ് കൊടുക്കാനുള്ളത് 10,000 രൂപയാണ്. നമുക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ 1,10,000 ആവുന്നുണ്ടെങ്കിൽ, അതായത് അരിയർ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഷെയർ വാല്യൂവിൽ കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. അപ്പൊ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആർ ദോസ് ഷെയർ ഓൺ വിച്ച് ഡിവിഡൻഡ് ഈസ് അൺപെയ്ഡ് ഇൻ എനി ഇയർ ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഡിവിഡൻഡ് അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓർ അതർ റീസൺ, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് will be accumulated and paid in subsequent year. ഇതെന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്തു പോവും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഏതെങ്കിലും പിന്നീടുള്ള വർഷങ്ങൾ അതെന്ത് ചെയ്യും? കൊടുത്തുകൂട്ടും ചെയ്യും. എന്തായാലും ഡിവിഡൻഡ് സാധാരണ നോൺ കുമുലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ ആ വർഷം കൊടുക്കാത്തത് നഷ്ടപ്പെട്ടു. എന്നാൽ കുമുലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ 10 വർഷമായിട്ട് കൊടുത്തിട്ടെങ്കിൽ 10 വർഷത്തെ എമൗണ്ട് കൂട്ടും, പിന്നീട് എപ്പോഴെങ്കിലും അത് കൊടുക്കും. ഇനി അങ്ങനെ കൊടുക്കൂല എന്നുണ്ടെങ്കിൽ, അതായത് അരിയർ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്നാണ്. നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആർ ദോസ് ഷെയർ ഓൺ വിച്ച് ഡിവിഡൻഡ് അൺപെയ്ഡ് ഇൻ എനി ഇയർ വിൽ നോട്ട് ബി അക്യുമുലേറ്റഡ് ഓർ ക്യാരി ഫോർവേഡ് ചെയ്യൂല എന്നുള്ളതാണ്. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ? കമ്പനിക്ക് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റിൽ നിന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ വീതിച്ചു കൊടുക്കുക. അതിനുശേഷം കമ്പനിക്ക് ബാലൻസ് ആയിട്ട് കുറച്ച് പ്രോഫിറ്റ് ബാലൻസ് ഉണ്ടാവും, ആ വീതിക്കാത്ത പ്രോഫിറ്റില് യഥാർത്ഥത്തിൽ നോർമൽ കേസിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്
അതിന്റെ പിന്നെ അവകാശമെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൂടെ അതിൽ ഷെയറിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഷെയറിനെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. ഓക്കെ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആർ ദോസ് ഷെയർ ദാറ്റ് ഗിവ് ദ ഷെയർ ഹോൾഡർ ദ റൈറ്റ്, ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്, സർപ്ലസ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റൈറ്റ് കൊടുക്കുന്നുണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്. എന്താ സർപ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ലെഫ്റ്റ്, സർപ്ലസ് പ്രോഫിറ്റ് ലെഫ്റ്റ് എന്തുണ്ട്, റിമൈനിങ് ഉണ്ട് ആഫ്റ്റർ പേയിങ് എ റീസണബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ലാസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുക. അപ്പൊ അവർക്കും കൊടുത്തതിന് ശേഷം കുറച്ച് ബാലൻസ് എന്തുണ്ട്, സർപ്ലസ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലും കൂടെ പിന്നെ പങ്കെടുക്കാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റൈറ്റ് ഉണ്ടെങ്കിൽ, ആ എമൗണ്ടിലും കൂടെ ഇവർക്ക് റൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്നാണ്. ഇനി അങ്ങനെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പൊ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ ആ സർപ്ലസ് കിട്ടാൻ ഒരു അവകാശം ഇല്ലാത്തവരെ നമ്മൾ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്നും പറയും. ഓക്കെ, ഇനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡീം ചെയ്യാൻ റീപേ ചെയ്യാം. അതായത് ഇന്ത്യയിൽ നമുക്ക് തിരിച്ചു കൊടുക്കണം എന്ന രീതിയിലെ ഒരു പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു കമ്പനി ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞ് അത് റെഡീം ചെയ്യും, റീപേ ചെയ്യും എന്ന് ടേംസോട് കൂടിയാണ് ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തെങ്കിൽ അതിനെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. എന്നാൽ ഇന്ത്യയിൽ ഇറഡീമബിൾ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഇന്ത്യ മാത്രമല്ലല്ലോ ലോകമുള്ളത്, വേറെ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ റെഡീംഡ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞ് ആ എമൗണ്ട് എന്തെയും റീപേ ചെയ്യും, അതിനാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, ഇറഡീമബിൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല കേട്ടോ, അവിടെ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഇന്ത്യയിൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. ഇനി ഇതിന്റെ എക്സാമ്പിൾ ആണ് പിന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റിച്ച് ഇതിന് 20 വർഷത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റൂല, റെഡീം ചെയ്യാതെ വെക്കാൻ പറ്റൂല എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇനി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിനെ, നമ്മുടെ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു 5 വർഷം ഒരാൾ പ്രിഫറൻസ് ഷെയർ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അതിനെ ഇക്വിറ്റി ഷെയർ, അവരാണല്ലോ യഥാർത്ഥ ഓണർ, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റിത്തരാ എന്ന് പറയുന്ന ടേംസിൽ ഇഷ്യൂ ചെയ്ത ഷെയറിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ദീസ് ഷെയർസ് ആർ ഗിവൺ ദ റൈറ്റ്, ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട് ടു കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വിത്തിൻ എ സ്പെസിഫൈഡ് പീരിയഡ്, ഒരു സ്പെസിഫൈഡ് പീരിയഡിൽ, ഓർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഡേറ്റിനുള്ളിൽ എന്ത് ചെയ്യുക, ഇത് ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞു. അതെപ്പോഴാണ് ആ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാ, അത് ഇഷ്യൂന്റെ സമയത്തേ പറഞ്ഞിട്ടുണ്ടാവും. ഇനി കുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ദി ഷെയർ ആർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർ ബിറ്റ്വീൻ 3 to 5 years. അതായത് ഈ ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇക്വിറ്റി ഷെയർ ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. ദ ഷെയർ ഹോൾഡേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് അരിയർ ഓഫ് ഡിവിഡൻഡ്. അതേപോലെ തന്നെ ഇത് കുമുലേറ്റീവ് ആണ്, അതുപോലെ തന്നെ കൺവേർട്ടബിൾ ആണ്, രണ്ടും കൂടെ മിക്സ് ആണ്. നമുക്ക് ഷെയർ 3 മുതൽ 5 വർഷം വരെ ഉണ്ട് എന്ത് ചെയ്യാം, അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിയർ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. കൺവേർഷൻ കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യും, പിന്നെ ദ ഷെയർ ഹോൾഡേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് എന്താണ്, അരിയർ ഓഫ് ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈവൻ ആഫ്റ്റർ കൺവേർഷൻ, കൺവേർഷന് ശേഷവും ഈ എന്ത് ചെയ്യാ, അവർക്ക് കിട്ടാനുള്ള അരിയർ എന്ത് ചെയ്യാൻ കിട്ടാൻ അവകാശമുണ്ട്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉദാഹരണത്തിന് എന്താ 10% ആണ്. ദ ഫേസ് വാല്യൂ എന്താണ്, 100 രൂപയാണ്. ദി ഷെയർസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ എന്ത് ചെയ്യും, അത്
കൺവേർട്ട് ചെയ്ത് തരും. അതായത് ചുരുക്കി പറഞ്ഞാൽ കൺവേർട്ടബിളും ആണ് ക്യുമുലേറ്റീവും ആയിട്ടുള്ള ഷെയറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർട്ടബിൾ ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇക്വിറ്റി ഷെയറിനെ പറ്റി പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, ദോസ് ഷെയർ വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ അല്ലാത്തതിനാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ്. ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ലാത്ത അതാണ്. ഏത് കാര്യത്തിൽ, ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ക്യാപിറ്റൽ റീപേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലും. ഇതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രിഫറൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് ഓർഡിനറി ഷെയർ എന്നാണ് എന്ത് ചെയ്യുക, പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇനി ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ അത് കമ്പനീന്റെ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഓണർഷിപ്പ് സെക്യൂരിറ്റി അല്ലെ. ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ഷെയർ എന്നുള്ള രീതിയിലാണ്. സെക്യൂരിറ്റി, ഡിബഞ്ചർ, ഷെയർ, പ്രിഫർ ഒക്കെ സെക്യൂരിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്. ഇത് ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിന്റെയും ഡിബഞ്ചറിന്റെയും ഒരു സങ്കര ഇനം എന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനെയുള്ള സാധനമാണ്. ഷെയറിൻ്റെതായ പ്രത്യേകതകളും ഡിബഞ്ചറിൻ്റെതായ പ്രത്യേകതകളും മിക്സ് ചെയ്തതാണ് പ്രിഫറൻസ് ഷെയർ. ഇതിന് ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല. ഇവിടെ ഡിവിഡൻഡ് എന്താണ്, ഫിക്സ്ഡ് ആണ്. പിന്നെ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ലാസ്റ്റ്, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. ഇവിടെ ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുമ്പ് എന്ത് ചെയ്യും, കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ ക്യാപിറ്റൽ ഇപ്പോൾ ഓൺലി ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്, കമ്പനീന്റെ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പിരിച്ചിടാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് മാക്സിമം 20 വർഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ പിരിച്ചു വിട്ടിരിക്കണം. ഓക്കെ, പിന്നെ ഇതിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഇതിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇതിന്റെ നോമിനൽ വാല്യൂ സാധാരണ ലോവർ ആണ്, ഇതിന്റെ നോമിനൽ വാല്യൂ എന്താണ്, ഹയർ ആണ്. നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സ്വത്ത് ഇക്വിറ്റി ഷെയർ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഈ സ്വത്ത് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീന്റെ എംപ്ലോയീസിന്, ഡയറക്ടേഴ്സിനൊക്കെ ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്വത്ത് ഇക്വിറ്റി ഷെയർ, വിയർപ്പോഹരി എന്നൊക്കെ പറയും. എ സ്വത്ത് ഇക്വിറ്റി ഷെയർ ഈസ് എൻ ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ആണ് issued by the company to the employees. എംപ്ലോയീസിന് കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് കൊടുക്കാം അറ്റ് എ ഡിസ്കൗണ്ടിൽ. ഒന്നെങ്കിൽ ഡിസ്കൗണ്ടിൽ 100 രൂപന്റെ ഷെയർ എന്ത് ചെയ്യും, 90 രൂപക്ക് കൊടുക്കും. ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇനി ക്യാഷ് അല്ലാത്ത മറ്റെന്തെങ്കിലും കൺസിഡറേഷൻ, അതെന്താ, അവര് ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നോ ഹൗ, കോപ്പി റൈറ്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പാറ്റന്റ് തന്നിട്ടുണ്ട്. ഫോർ പ്രൊവൈഡിങ് നോ ഹൗ ഓർ മേക്കിംഗ് അവൈലബിൾ റൈറ്റ് ഇൻ ദ നേച്ചർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. എന്തെങ്കിലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വലിയ വാല്യൂ അഡീഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനു വേണ്ടി കൊടുക്കുന്ന ഷെയറിനാണ് സ്വത്ത് ഇക്വിറ്റി ഷെയർ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സ്വത്ത് ഇക്വിറ്റി ഷെയർ 3 മാർക്കിന്റെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്രയൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ബാക്കി പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു. മറ്റൊരു സമയത്ത് വീണ്ടും കാണാം.